നിലവിൽ കോഴിക്കോടിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണോ? എങ്ങനെയാണ്? ഭദ്ര, തീർച്ചയായും കോഴിക്കോട് മഴ വളരെയധികം ശക്തമാണ്. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിന്റെ മലയോര മേഖലയായ മാവൂരിലാണ് ഉള്ളത്. മാവൂർ ടൗണിലാണ്. ഈ മാവൂർ എന്ന് പറയുന്നത് കോഴിക്കോട്, ഒപ്പം തന്നെ മലപ്പുറം, വയനാട് ജില്ലകളുടെ ഒരു അതിർത്തി പ്രദേശം കൂടിയാണ്. ഇവിടെ ഈ മലയോര മേഖലയിൽ കനത്ത മഴയാണ് ഇപ്പോഴും തുടരുന്നത്. പലപ്പോഴും ഈ മലയോര മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും കൃഷിനാശം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മരക്കൊമ്പുകൾ പൊട്ടി വീഴുന്ന സാഹചര്യം, മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം, നിരവധി വീടുകൾ ഭാഗികമായി തകരുന്നു, കെട്ടിടങ്ങൾ ഭാഗികമായി തകരുന്നു. ഒപ്പം തന്നെ വൈദ്യുതി തൂണുകളും തകരുന്ന ഒരു സാഹചര്യമുണ്ട്. വൈദ്യുതി ഈ മലയോര മേഖലയിൽ മണിക്കൂറുകളോളം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ഇടവിട്ട രീതിയിൽ മഴയ്ക്ക് ഒരു ശമനം കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ മഴയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടിന് ഈ മഴ തുടർച്ചയായി പെയ്യുന്നത് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിൽ 2 ക്യാമ്പുകളാണ് പ്രധാനമായും തുറന്നിരിക്കുന്നത്. അവിടെ 50ഓളം പേരെയാണ് പ്രവേശിപ്പിച്ചിരുന്നത്. കോടഞ്ചേരി പഞ്ചായത്തിലെ വെണ്ടക്കാമ്പോയിൽ ST കോളനിയിൽ 26 കുടുംബങ്ങളെ ആണ് ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയത്. മറ്റൊരു ക്യാമ്പുള്ളത് കോഴിക്കോട് താലൂക്കിൽ നഗരത്തോട് ചേർന്നുള്ള പന്നിയങ്കര വില്ലേജിൽ കപ്പക്കൽ ബീച്ചിനടുത്താണ്. അവിടെ കപ്പക്കൽ സ്കൂളിലേക്ക് 8 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. മറ്റ് ചിലരെ കൂടി ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കടൽക്ഷോഭം നേരിടുന്ന മേഖലകളിൽ ഗോദീശ്വരം, ഒപ്പം തന്നെ കോതി, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലുള്ള കപ്പക്കൽ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള കടൽക്ഷോഭം, ബട്ട് റോഡിലൊക്കെ വലിയ തോതിലുള്ള കടൽക്ഷോഭം രൂക്ഷമാണ്. പലയിടത്തും ഈ സമുദ്രത്തിന്റെ ഒരു സംരക്ഷണ ഭിത്തി, കടലിന്റെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് കടൽ തിരകൾ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം. കാലങ്ങളിൽ പോലും വീട്ടിൽ ഒരു സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഭീതിയിലും ആശങ്കയിലുമാണ് ഈ കടലോര മക്കൾ ഉള്ളത്. ഒപ്പം തന്നെ മലയോര ജനത ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രദേശങ്ങളിൽ ആണ് പ്രധാനമായും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത്. ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ വാർഡ് 6-ൽ ശക്തമായ മഴയിൽ കിഴക്കയിൽ ഇമ്മാനുവൽ എന്നയാളുടെ വീടിന്റെ പിറകുവശത്തെ മതിൽ ഇടിഞ്ഞു വീണതായാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ വിവിധ പഞ്ചായത്തുകൾ, തിരുവമ്പാടി പഞ്ചായത്ത്, കൂടരഞ്ഞി പഞ്ചായത്ത്, കാരശ്ശേരി പഞ്ചായത്ത്, കൊടിയത്തൂർ പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്ത്, ഈ കോടഞ്ചേരി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത്. ഇവിടെയാണ് ആളുകളെ പ്രത്യേകിച്ച് ആദിവാസികളെ കൂടുതലായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ക്യാമ്പുകളിലേക്ക്. അതിനപ്പുറത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലേക്ക് ആണ് പഞ്ചായത്തുകൾ, ഈ കൊടിയത്തൂർ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെതായുള്ള കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് പഞ്ചായത്തുകളെല്ലാം തന്നെ ക്യാമ്പുകൾക്ക് സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് തലത്തിൽ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്തായാലും അധികൃതർ കാര്യക്ഷമമായി തന്നെ കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ മഴക്കെടുതിയെ നേരിടാൻ ഇടപെടുന്നുണ്ട്. മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഭദ്ര, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയാസ്, ഈ 2 മേഖലകൾ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുണ്ട് എന്നറിയുന്നുണ്ട്. അതായത് ഒന്ന് ഈ കോടഞ്ചേരിയും അതുപോലെ തന്നെ തിരുവമ്പാടി പഞ്ചായത്തും. റിയാസ് സൂചിപ്പിച്ചിരുന്നു അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. എന്നിരുന്നാലും എങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം? ഈ ഉരുൾപൊട്ടലിനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിയാസ്? അതിന് പൊതുവെ തിരുവമ്പാടിയും കോടഞ്ചേരിയും പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് മലയോരത്തോട് ചേർന്നുള്ള പഞ്ചായത്തുകളാണ്. ഉരുൾപൊട്ടൽ ഭീഷണി പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു സാധ്യത നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവമ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ക്യാമ്പുകൾക്കായി 4 സ്കൂളുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് 18ഓളം ആദിവാസികളെ ഈ ചെമ്പുകടവ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 26 പേരെയാണ് ആ സ്കൂളിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളും അവ തുറക്കാനുള്ള പ്രവർത്തനങ്ങളും വളരെയധികം സജീവമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്. ഭദ്ര, ശരി റിയാസ്, വ്യക്തമാണ്.